ആർട്ട് 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 എന്ന് പറഞ്ഞിട്ടാണ് ഫുൾ വിളിച്ചോണ്ടിരിക്കണത്. നമ്മള് തൃശ്ശൂർ ഗഡീസാണ്. തൃശ്ശൂർ ഗഡീസാണ് ഞങ്ങള്. എന്തിപ്പോ ഉണ്ടായേന്നുള്ളൊരു അവസ്ഥയിലല്ലേ? കൊച്ചിയില് ആസ്പിൻ മാള് സത്യം പറഞ്ഞാൽ ഞാനൊരു ഫിലിം സിറ്റി ആക്കി, ചെറിയൊരു ഫിലിം സിറ്റി ആക്കിയത് ഞങ്ങള്. ഇതാണ് നമ്മുടെ മാർക്കോ സിനിമയുടെ ആർട്ട് ഡിപ്പാർട്ട്മെന്റിന്റെ വകയുള്ള മൂഡ് ബോർഡ്. അതെ അതെ. മുമ്പേ തന്നെ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ വേറെ വേഷങ്ങളിൽ ജഗദീശന് കിട്ടിയിരുന്നെങ്കിൽ ആളന്നേ പെർഫോം ചെയ്തേനെ. അതെ, ഉറപ്പായിട്ടും. ഇനി ഇറങ്ങാൻ പോണ പെർഫ്യൂമുകളുടെ പോലും പേരറിയാവുന്ന ഒരാളെ ഹനീഫലി. ഇത്രയും അധികം പെർഫ്യൂമുകളുടെ പേരും പെർഫ്യൂമുകളും ഉപയോഗിക്കുന്ന ഒരാളെ ഞാൻ കണ്ടിട്ടില്ല. ചോര കൊറേ ഉണ്ടാക്കിണ്ടോന്നു. നാട്ടിന്റെ ഒന്ന് രണ്ട് ആൾക്കാർക്ക് ചോര ഉണ്ടാക്കൽ തന്നെയായിരുന്നു പണിയെന്നല്ലേ, രാവിലെ വരെ ചോര ഉണ്ടാക്ക. ഇതാണ് നമ്മുടെ ക്ലൈമാക്സ് ഫൈറ്റ് ഇവിടെ വെച്ചിട്ട് നമ്മളെ ചെറുതീന്ന് വലുതിലേക്ക് പോയത് ഇങ്ങോട്ടാണ്. വലുതിലേക്ക് പോയിട്ടുള്ളത്. അത് ഭയങ്കര വലിയ ഭാഗ്യമല്ലേ കേട്ടാ. എന്ത് നോക്കാൻ ലാലേണ്ട പടം ഞാൻ വരാന്ന്. അതത്രേ ഉള്ളൂ. വെള്ളമൊക്കെ ആയിട്ട് ഭയങ്കര പ്രകൃതി സുന്ദരമായിട്ടുള്ള ഒരു ഇതാണ് അനീഫിന്റെ വീടിന്റെ. ആ കഥ പറയാൻ പറ്റിയ സ്ഥലം. റെഫറൻസുകൾ ഇഷ്ടം പോലെ എടുക്കാറുണ്ട് കേട്ടോ, സ്വാഭാവികമായിട്ടും. ഞാനെല്ലാം എന്റെ മനസ്സ് അതൊന്നല്ല. റെഫറൻസ് മസ്റ്റാണ് ശരിക്കും. ഒരു ഫൈറ്റ് കഴിഞ്ഞാൽ പിറ്റേ ദിവസം വേറെ ഫൈറ്റ് തുടങ്ങി, അത് കഴിഞ്ഞ് 2 ദിവസം ബ്രേക്ക് കഴിഞ്ഞാൽ പിന്നെ വേറെ ഫൈറ്റ്. അങ്ങനെയാണ് ഷൂട്ട് ചെയ്തിരുന്നത്. 36 മണിക്കൂർ കണ്ടിന്യൂസ് നിന്നിട്ടാണ് ക്ലൈമാക്സ് ഉണ്ണി ഷൂട്ട് ചെയ്തത്. ഭക്ഷണം പോലും കഴിച്ചിട്ടില്ല. എനിക്ക് തോന്നുന്നു വെള്ളം കുടിച്ചിട്ടുണ്ടോ എന്ന് സംശയം. അങ്ങനെ ഞങ്ങൾ ഇൻഡിപെൻഡന്റ് മാർക്കോയിലേക്ക് എന്തായാലും തുടക്കം നമ്മുടെ സൂപ്പർ സ്റ്റാർ ലാലേട്ടനിൽ നിന്നാണ്. ഭയങ്കര ഐശ്വര്യമായിട്ടൊരു തുടക്കം. അതൊരു വലിയ വിഷമായി എനിക്ക് സത്യം പറഞ്ഞു. ഹലോ എവ്രിവൺ, വെൽക്കം ടു ഹാപ്പി ഫ്രെയിംസ്. ഇപ്പോൾ മലയാളം ഫിലിം ഇൻഡസ്ട്രിയിൽ ഏറ്റവും കൂടുതൽ നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സിനിമയാണ് മാർക്കോ. അതിൻ്റെ ഡിറക്ഷൻ, ആക്ടിങ്, സിനിമാറ്റോഗ്രഫി, ആർട്ട് എല്ലാത്തിനെ കുറിച്ച് നമ്മളിപ്പോൾ ഭയങ്കര ഡീറ്റെയിലിംഗ് ആയിട്ട് സംസാരിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. എല്ലാ മീഡിയാസിലും അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം ഫുൾ അതാണ് ഇപ്പോൾ ടോപ്പിക്കായിട്ട് നിന്നുകൊണ്ടിരിക്കുന്നത്. ആൻഡ് ടുഡേ നമ്മുടെ ഹാപ്പി ഫ്രെയിംസിലെ നമ്മുടെ ഗസ്റ്റ് എന്ന് പറയുന്നത് മാർക്കോ മൂവിയുടെ ആർട്ട് ഡയറക്ടറാണ് സുനിൽ ദാസ്. സോ വെൽക്കം ചേട്ടാ, വെൽക്കം ടു ഹാപ്പി ഫ്രെയിംസ്. താങ്ക് യു. എനിക്കറിയാം ഇപ്പോൾ ഭയങ്കര ഹാപ്പിനെസ്സിലായിരിക്കും, ബിക്കോസ് മാർക്കോ എന്ന് പറഞ്ഞ സിനിമ അത്രയും ഹിറ്റായിട്ട് ഇങ്ങനെ നിന്നുകൊണ്ടിരിക്കുക. ബുക്ക് മൈ ഷോയിലൊക്കെ നമ്മൾ ബുക്ക് ചെയ്യാൻ എത്ര ദിവസം കൊണ്ട് ടിക്കറ്റ്. എനിക്ക് ഇന്റർവ്യൂ എടുക്കണതിന് മുന്നേ എന്തായാലും പടം കാണണമായിരുന്നു. നമ്മൾ ടിക്കറ്റ്സിന് വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്യും. പിന്നെ ഒരു സീറ്റ് ബുക്ക് ചെയ്യാൻ വരുമ്പോൾ ആ സീറ്റ് പെട്ടെന്ന് പോകും. ആ അവസ്ഥയിലാണ് നമ്മൾ ടിക്കറ്റ്സ് വരെ ബുക്ക് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പൊ ഇന്നലെ 50 കോടി ക്ലബിൽ സിനിമ കയറി. അപ്പോൾ ടോട്ടലി മൊത്തം ടീം എല്ലാവരും ഹാപ്പിനെസ്സിലാണ് നിൽക്കുന്നത്. അപ്പോൾ ആ ഒരു സിനിമയുടെ ആർട്ട് ഡയറക്ടർ എന്നുള്ള രീതിയിൽ ചേട്ടന്റെ ആ ഒരു ഹാപ്പിനെസ് ഒന്ന് ആദ്യം നമുക്ക് ഷെയർ ചെയ്ത് തുടങ്ങാം. തീർച്ചയായിട്ടും വളരെയധികം സന്തോഷമുണ്ട്. അതെ, പ്രത്യേകിച്ച് ഞാൻ ആദ്യമായിട്ട് ഇൻഡിപെൻഡന്റ് ആയിട്ട് ആർട്ട് ഡയറക്ഷൻ ചെയ്തിട്ടുള്ള ഒരു സിനിമയാണ് മാർക്കോ. അതാണ് സുനിൽ ചേട്ടന്റെ ആദ്യത്തെ ഇൻഡിപെൻഡന്റ് ആയിട്ട് ചേട്ടൻ ആദ്യമായിട്ട് വർക്ക് ചെയ്യുന്ന സിനിമ കൂടിയാണ് മാർക്കോ. പിന്നെ മൊത്തം ക്രൂ, ഞങ്ങളുടെ ഫ്രം പ്രൊഡ്യൂസർ തൊട്ട് ഡയറക്ടർ, പിന്നെ ഉണ്ണി മുകുന്ദൻ, എല്ലാവരും വളരെ ഹാപ്പിയാണ്. വളരെ സന്തോഷമുണ്ട്. 50 കോടിയേക്കാൾ ഉപരി ഒരുപാട് പേര് ആ സിനിമ കാണാൻ ആഗ്രഹിക്കുന്നു. യൂത്ത് അതിനെക്കുറിച്ച് സംസാരിക്കുന്നു. മൊത്തം ഇപ്പോൾ ഇന്ന് കേരളത്തിൽ കേരളത്തിൽ മാത്രമല്ല, കേരളത്തിന് പുറത്തും ഇപ്പോൾ മാർക്കോ ഒരു സിനിമ എന്നുള്ള രീതിയിലൊരു സംസാരമാണ്. വളരെയധികം സന്തോഷം ഉണ്ടാക്കിയിട്ടുണ്ട്. പ്രത്യേകിച്ച് അതിൻ്റെ ഒരു ആർട്ട് ഡയറക്ഷൻ ചെയ്യാൻ പറ്റിയതിൽ വളരെയധികം സന്തോഷം. ഇപ്പോൾ കൂടുതൽ സന്തോഷം. ഇൻഡിപെൻഡന്റ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ആദ്യത്തെ സിനിമ ഒരു പാൻ ഇന്ത്യൻ ലെവലിൽ പോവാ, ഇത്രയും ചർച്ചയാവാന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ഈ ഒരു സിനിമ റിലീസായി കഴിഞ്ഞതിന്റെ ആർട്ട് റിലേറ്റ് ചെയ്ത് ചേട്ടനെ വിളിച്ച് ഒരു അപ്രീസിയേഷൻ ഒക്കെ കിട്ടിയ ഒരു മെമ്മറി എന്തായാലും ഒന്ന് ഷെയർ ചെയ്യാനുണ്ടാവുമല്ലോ. റിലീസ് കഴിഞ്ഞതിന് ശേഷം എനിക്ക് പരിചയമുള്ള ഒരുപാട് ഡയറക്ടേഴ്സ്, മലയാളം ഫിലിം ഇൻഡസ്ട്രിയിലത്തെ ഡയറക്ടേഴ്സ്, അവരൊക്കെ എന്നെ വിളിച്ചിരുന്നു. നേരിട്ട് കണ്ടിരുന്നു ഞങ്ങൾ എറണാകുളത്ത് വെച്ച്. അവരെ നിന്നൊക്കെ നല്ലൊരു അപ്രിസിയേഷൻ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് ഇതിനേക്കാളും കുറച്ചും കൂടി നന്നാക്കണം എന്നുള്ള രീതിയിലുള്ള അതിലാണ് നമ്മളോട് അങ്ങനെ. നമുക്ക് എന്ത് ചെയ്യുമ്പോൾ അടുത്തത് കുറച്ചുകൂടെ ബെറ്റർ ആവണം. നമ്മൾ എന്ത് ചെയ്താലും അങ്ങനെ തന്നെയാണല്ലോ. ഇത് ശരിയായില്ല, ഇനിയും ചേട്ടന് സിനിമ കണ്ട സമയം അങ്ങനെയൊക്കെ തോന്നിയിരുന്നോ? മാർക്കോ എന്ന് പറഞ്ഞ സിനിമ കണ്ടിട്ട് എനിക്ക് കറക്റ്റ് സിനിമയുടെ ഒരു ജഡ്ജ്മെന്റ് അല്ല എനിക്ക് കിട്ടിയത്. ഞാൻ ശ്രദ്ധിച്ചിരുന്നത് അതിലത്തെ ആർട്ട്, ഞാൻ എന്തൊക്കെയാണ് ചെയ്തത്, ഇനി അത് നെക്സ്റ്റ് ഒരു ലെവലിലേക്ക് എത്ര ബെറ്റർ ആക്കണം, അതിന് എന്തൊക്കെ പ്രോബ്ലംസ് ഉണ്ട്, ഇത് കുറച്ച് നന്നാക്കാമായിരുന്നു അല്ലെങ്കിൽ നന്നായിരുന്നു,
എന്നൊക്കെയുള്ള അതിലേക്കാണ് കൂടുതൽ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. സിനിമ കാണുമ്പോഴുള്ളൊരു പ്രശ്നമാണ് എനിക്ക്. അത് അതെ സത്യം അതെ പറയാലോ, എനിക്ക് ഞാൻ അത് നമുക്ക് ആ അതിനുള്ളൊരു ഇഷ്ടം ഇങ്ങനെ ഞാൻ ഈ ഉള്ളിൽ കിടക്കുകയാണല്ലോ. മാർക്കോന്റെ കൂടെ ഇറങ്ങിയ തന്നെ ആ ഉള്ള വേറൊരു സിനിമ ഓക്കെ ഞാൻ പോയി കണ്ടപ്പോൾ ഞാൻ വളരെ സുന്ദരമായിട്ട് ആ സിനിമ ഇരുന്നിട്ട് ആസ്വദിച്ചിരുന്ന് ആസ്വദിച്ച് കണ്ടു. ഒരു മനസ്സിലായി, സിനിമാ പ്രേക്ഷകനായിട്ട്. ആ സിനിമാ ആ പ്രേക്ഷകനായിട്ട്. പക്ഷെ എനിക്ക് മാർക്കോ ഞാൻ 2 തവണ കണ്ടു. മാർക്കോ 2 തവണയും എനിക്ക് വേറൊരു സന്തോഷമുണ്ട്. ഉം. ഈ രണ്ടാമത്തെ തവണ ഞാൻ എൻ്റെ വൈഫായിട്ടാ ഓക്കെ സിനിമയ്ക്ക് പോയത്. എനിക്കൊരു ചെറിയ ടെൻഷൻ ഉണ്ടായിരുന്നു. ഇപ്പൊ ഇങ്ങനെ സ്ത്രീകൾ തലചേറ്റി വീഴുന്നു അല്ലെങ്കിൽ എന്തൊക്കെ അങ്ങനെ അങ്ങനെയൊക്കെ കുറെ കേൾക്കുമ്പോ നമുക്കൊരു ഒരു ടെൻഷൻ. ഇതായിരുന്നു. അപ്പോൾ എനിക്ക് എന്താണെന്നറിയില്ല. ഇനിയിപ്പോൾ മാർക്കോന്റെ വിശേഷങ്ങൾ മിക്ക ദിവസങ്ങളിലും ഷെയർ ചെയ്യാറുണ്ട്, ഫോണിൽ കൂടെ ആണെങ്കിലും. അതുകൊണ്ടാണോ എന്നറിയില്ല, ആളത് വളരെ ആസ്വദിച്ച് അതിൻ്റെ ഒരു സ്പിരിറ്റിൽ ഇരുന്നിട്ടാണ് കണ്ടത്. ഞാൻ ചോദിക്കുകയും ചെയ്തു എന്തെങ്കിലും വല്ല. ഇല്ലില്ല, എനിക്ക് അങ്ങനെയല്ല, ഞാൻ സിനിമയായിട്ട് കണ്ടു, അത് കാരണം വേറെ ഞാൻ കണ്ടപ്പോഴും എനിക്കും അങ്ങനെ തന്നെയായിരുന്നു ചേട്ടാ. കാരണം അങ്ങനെയാണ്. നമ്മളും ഒരുപാട് കേട്ടിട്ടും ഇപ്പൊ കണ്ടവരും കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ടൊക്കെയാണ് ഞാനും സിനിമ കാണാൻ അതെ പോയത്. അപ്പൊ ഞാനും ആ ഒരു സിനിമയുടെ രീതിയിൽ എൻജോയ് ചെയ്ത് തന്നെയാണ് ആ ഒരു പടം കണ്ടത്. അതെ അതെ അതെ. ഓ അപ്പൊ അങ്ങനെ എനിക്കും സന്തോഷം. പിന്നെ ഒരു സന്തോഷം കൂടി ഉണ്ടായത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ടിക്കറ്റ് കിട്ടാതെ ഞങ്ങളും അതെ വളരെ ബുദ്ധിമുട്ടിയിട്ട് ഒക്കെയാണ്. സിനിമയുടെ ആർട്ട് ഡയറക്ടർ ടിക്കറ്റ് കിട്ടാണ്ട് വലയായിരുന്നു. രണ്ടാമത് അല്ല, ആ ഫസ്റ്റ് ഡേ എല്ലാവരുടെയും ടിക്കറ്റ് കൂടെ പ്രൊവൈഡ് ആ ചെയ്തിട്ടുണ്ടായിരുന്നു. സെക്കൻഡ് ഞാൻ ടൈം പറഞ്ഞത് എൻ്റെ പോയത്. നാട്ടിൽ തൃശ്ശൂരാണ് എൻ്റെ ആ സ്ഥലം. അവിടെ സിനിമ കാണുമ്പോൾ പക്ഷെ അത് എനിക്ക് ആ മൊത്തം ഒരു പരിചയമില്ലാത്ത ഇവിടെ ഇപ്പം നമ്മൾ സിനിമ കാണുമ്പോൾ മൊത്തം ഇൻഡസ്ട്രിയിലുള്ള ആൾക്കാരും നമ്മുടെ ക്രൂ ഒക്കെ കൂടി ഇരുന്ന് കാണുമ്പോൾ ഉള്ള ആ ഒരു ഇതല്ല, നമ്മൾ ഒരു പരിചയമില്ലാത്ത ആൾക്കാരെ കൂടി ഇരുന്ന് സിനിമ കാണുമ്പോൾ അവരുടെ വളരെ സത്യസന്ധമായിട്ടുള്ള ആ സമയത്ത് തന്നെ വരുന്ന അഭിപ്രായങ്ങളുണ്ട്. മീൻസ് അവരുടെ കയ്യടിയുന്നും വിസിലടിയും അല്ലെങ്കിൽ മേ ബി സംതിങ് എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ അതിനെ പോവാനും മടിക്കാത്ത പ്രേക്ഷകരാണ് നമ്മളുടെ, അതെ അല്ലേ? അതെ അതെ പക്ഷെ ഉറപ്പായിട്ടും. മാർക്കോ അത് ഞാൻ കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് എന്താണെങ്കിൽ, മൊത്തം സിനിമ തുടങ്ങി ടൈറ്റിൽ സോങ് തൊട്ട് അവസാനം വരെ ഉം, ഒരു പ്രത്യേകിച്ച് ഉണ്ണിയുടെ ഫൈറ്റും ഉം. പരിപാടികളിലൊക്കെ ജനം ഇങ്ങനെ കയ്യടി യൂത്ത്, അതെ അതെ കൂടുതൽ അതെ യൂത്ത് യൂത്ത് തന്നെയായിരുന്നു എൻ്റെ കൂടെ ഉണ്ടായിരുന്നത്. ഭയങ്കര കയ്യടിയും ആഘോഷമായിട്ട് തന്നെയാണ് മാർക്കോ കണ്ട് എല്ലാവരും പുറത്തു പോണത്. അതെ. സിനിമ കഴിഞ്ഞിട്ടും കുറച്ച് സമയം അവിടെ ഇരിക്കുന്നുണ്ട്, ഇനിയും എന്തൊക്കെയോ വരാൻ എന്തിപ്പോ സാധ്യതയുണ്ട്. ഉണ്ടായേന്നുള്ളൊരു അവസ്ഥയിലല്ലേ അങ്ങനെയൊക്കെ ആ, എന്തൊക്കെയോ ഒരുപാട് കാര്യങ്ങൾ. അല്ല, വളരെ സന്തോഷമുണ്ട് കേട്ടോ. അങ്ങനെ സിനിമകൾ ഇനിയും ഒരുപാട് അങ്ങനെ വരട്ടെ. നമ്മുടെ അതെ അതെ നാട്ടില് ഉറപ്പായിട്ടും. നമ്മുടെ എല്ലാ സിനിമകളും അങ്ങനെയാവണം, അതെ അല്ലേ? അതെ മലയാളം ഇൻഡസ്ട്രി എല്ലാ സിനിമകളും എല്ലാ നമ്മള് സിനിമകളും അതെ നമുക്കങ്ങനെ ഒരു ഇതല്ല. എല്ലാ സിനിമകളും നമ്മൾ ആഘോഷിക്കണം. ഇതുപോലെ ഇന്ത്യ മുഴുവൻ ചർച്ച ചെയ്യണം. മലയാളത്തിൽ നിന്ന് നമ്മുടെ ഇൻഡസ്ട്രി തന്നെ ശരിക്കും പറഞ്ഞാൽ അങ്ങനത്തെ ഒരു വലിയ സ്കെയിലുള്ള സിനിമകൾ വരണം. മലയാളത്തിൽ നിന്ന് ഏത് സിനിമ ഇറങ്ങിയാലും അതൊരു പാൻ ഇന്ത്യ ആയി മാറണം. മാറും. അതൊക്കെയാണ് നമ്മളുടെയൊക്കെ ആഗ്രഹം. ഇൻഡസ്ട്രിയിൽ നിൽക്കുന്ന നമ്മളുടെയൊക്കെ ആഗ്രഹങ്ങൾ. അപ്പൊ ചേട്ടൻ വർക്ക് ചെയ്ത സിനിമകള് ആ ഏതൊക്കെയായിരുന്നു? ഞാൻ ആദ്യമായിട്ട് ചെയ്ത സിനിമ എന്ന് പറഞ്ഞാൽ, എനിക്ക് എന്നെ സംബന്ധിച്ച് ഭയങ്കര അഭിമാനമുള്ള ഒരു സിനിമയാണ് ബറൂസ് എന്ന് പറഞ്ഞിട്ട്. ഞങ്ങള് ലാലേട്ടന്റെ ലാൽ സാർ എന്ന് വിളിക്കുന്ന അതെ നമ്മുടെ ലാലേട്ടന്റെ അതെ ലാലേട്ടൻ ആദ്യമായിട്ട് ഡയറക്റ്റ് ചെയ്തിട്ടുള്ള ഒരു സിനിമയാണ്. ഓക്കെ. അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് ഞാൻ സിനിമ എന്നുള്ള രീതിയിൽ നവോദയയിലേക്ക് ആദ്യമായിട്ട് പോകുന്നത്. സിനിമ അത് ഭയങ്കര വലിയ ഭാഗ്യല്ലേ ചേട്ടാ? ഉറപ്പായിട്ടും ഉറപ്പായിട്ടും യെസ് എനിക്ക് എന്നെ സംബന്ധിച്ച് ഉറപ്പായിട്ടും. ഏറ്റവും അതെ ഭാഗ്യം. അതിനൊരു കാരണം എന്താണെങ്കിൽ, അതിന്റെ പ്രൊഡക്ഷൻ ഡിസൈനർ ആയിട്ടുള്ള സന്തോഷ് രാമൻ, ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് തൃശ്ശൂർ ഫൈൻ ആർട്സിൽ പഠിച്ചിരുന്ന ആൾക്കാരാണ്. ഓക്കെ. ആ വളരെ സുഹൃത്തുക്കളാണ്. അപ്പൊ ആഹാ. അതുകൊണ്ട് സന്തോഷ് രാമൻ എന്നെ ഇൻവൈറ്റ് ചെയ്തു. ഉം. ഞാൻ അങ്ങോട്ട് പോയി. എന്ത് അങ്ങനെ ഞങ്ങള് നോക്കാൻ ലാലേട്ടന്റെ പടം ഞാൻ വരാന്ന്. അതത്രേ ഉള്ളൂ, ആ അത്രേ ഉള്ളൂ, വേറെ അതെ ഒന്നുമില്ല. അതിന് നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ ഒരുപാട് പേരുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങളുടെ നാട്ടിൽ തന്നെ അദ്വൈത്, എൻ്റെ മകനാണ് അദ്വൈത്. ഓക്കെ. അതെ, ഓ അദ്വൈത് രണ്ടുപേരും യെസ് ഉണ്ട്. ആ അദ്വൈത് ഇപ്പോഴും മാർക്കോലും മൊത്തം ഓക്കെ. എൻ്റെ അസോസിയേറ്റ് പ്രൊഡക്ഷൻ ഡിസൈനറാണ് അദ്വൈത്. ആഹാ. പിന്നെ മാർക്കോന്റെ കൂടെ വർക്ക് ചെയ്തിരുന്ന എല്ലാ ടീമും ഉം. ബറൂസിൽ ഉണ്ടായിരുന്നു. ഓക്കെ. ശരിക്കും ആ ആ ബറൂസിന്റെ ആ ടീം തന്നെയാണ് ഞങ്ങളുടെ ഇപ്പോഴും ഞങ്ങൾ ഞങ്ങളുടെ അവിടുന്ന് കൂടെ. നേരെ മാർക്കോയിലേക്ക് നേരെ പോയത്. മാർക്കോല്ല, അതിനിടയിൽ കുറെ കൊറേ വേറെ സിനിമകൾ ചെയ്തു. ആ അതിനുശേഷം ഞങ്ങൾ മാർക്കോയിലേക്ക് എത്തി. ഇൻ ബിറ്റ്വീൻ വന്ന സിനിമകള്. ഹനീഫിന്റെ ബോസ് ആൻഡ് കോ, ഉം. അതില് ഞാൻ ദുബായ് ഇതിലുണ്ടായിരുന്നില്ല, നാട്ടില് ഓക്കെ. ആ വെച്ചിട്ട് വർക്ക് ചെയ്തിരുന്നു. ആ പിന്നെ ആദർശ ഇക്ക ഡയറക്റ്റ് ചെയ്ത വൺസ് അപ്പോൺ എ ടൈം ഇൻ ടൈം. കൊച്ചി. ആ പിന്നെ പണി, ജോജു ഏട്ടൻ ജോയിച്ചേന്റെ. ആ പണി, അതിന്റെ ഒരു പ്രീ പ്രൊഡക്ഷൻ തൊട്ടുണ്ടായിരുന്നു. പിന്നെ ഓക്കെ. ഷൂട്ട് തുടങ്ങി കുറച്ച് സമയം കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഇങ്ങനെ മാർക്കോയിൽ
കേറി. പിന്നെ ഇങ്ങോട്ട് അങ്ങനെ ഞങ്ങൾ വരികയാണ് ഇൻഡിപെൻഡന്റ് ആയി മാർക്കോയിലേക്ക് കയറുന്നു. മാർക്കോയിലേക്ക്. അങ്ങനെ മാർക്കോ എന്തായാലും തുടക്കം നമ്മുടെ സൂപ്പർ സ്റ്റാർ ലാലേട്ടനിൽ ഉറപ്പാണ്. നിന്നാണ്. അതെ ഭയങ്കര ഹനീഫ് ഐശ്വര്യമായിട്ടൊരു തുടക്കം. അതെ അതെ അതെ. ഇനിയിപ്പോ വന്ന് ഇൻഡിപെൻഡന്റ് സിനിമയിലേക്ക് എത്തുമ്പോൾ ഇപ്പൊ ഞാൻ നോർമലി ഇപ്പൊ നമ്മൾ കാണുന്ന ഒരു ഫീൽ ഗുഡ് സിനിമ, നോർമലായിട്ട് കാണുന്ന സിനിമയേക്കാൾ ഭയങ്കര ഇപ്പൊ സിനിമ കണ്ട ഒരാളെന്നുള്ള നിലയിൽ നല്ലൊരു ചലഞ്ച് ചേട്ടൻ ആ ഒരു സിനിമയിൽ എന്തായാലും ഉണ്ടാകട്ടെ. ബിക്കോസ് മാർക്കോയിൽ ഓരോ ഷോട്ട് ബൈ ഷോട്ട് ഓരോന്ന് മാറുന്നു, അതിൽ കുറെ പ്രോപ്പർട്ടീസ് യൂസ് ചെയ്യുന്നു. ഇത്രയും ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു സിനിമ തന്നെ ഫസ്റ്റ് ഇൻഡിപെൻഡന്റ് ആയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചത് എന്തുകൊണ്ടായിരുന്നു? മാർക്കോയിലേക്ക് എന്നെ ഇൻവൈറ്റ് ചെയ്യണത് ഹനീഫാണ്. മറ്റേ ബോസാങ്കോല് നമ്മൾ ബോസാൻകോലുള്ള ചെയ്തിട്ടുണ്ടല്ലോ. നമ്മളുടെ ഒരു ട്രസ്റ്റ് തന്നെയാണ് അതെ. നമ്മളെ ഇത്. ഇപ്പോൾ ആദ്യം ഹനീഫ് മാർക്കോന്റെ കഥ ഞങ്ങൾ കുറച്ച് തമാശയായിട്ട് പറയാം. ഹനീഫിന്റെ വീട്ടിൽ വെച്ചിട്ടാണ് മാർക്കോന്റെ കഥ പറഞ്ഞത്. ഓക്കെ. ഹനീഫിന്റെ വീടിന്റെ അടുത്ത് ഭയങ്കര രസം, തൊട്ടടുത്ത് ഇങ്ങനെ വളരെ വലിയൊരു ഏരിയ, വെള്ളമൊക്കെ ആയിട്ട് ഭയങ്കര പ്രകൃതി സുന്ദരമായിട്ടുള്ള ഒരു ഇതാണ് ഹനീഫിന്റെ വീടിന്റെ ആ കഥ പറയാൻ പറ്റിയ സ്ഥലം. മുകളിൽ ഇരുന്നിട്ട് നമ്മളിരുന്ന് സംസാരിച്ചിട്ടുള്ള നമ്മളുടെ ഇത് അതാ. ഇപ്പൊ ഹനീഫ് നമ്മളോട് പറയാണ് ഇങ്ങനെ, ഹനീഫ് ഒന്നും പറഞ്ഞിട്ടില്ല, ഹനീഫ് നമ്മളോട് പറഞ്ഞിട്ടില്ല എങ്ങനെയാണ് മാർക്കോ എന്നല്ലേ, നമുക്കൊരു സിനിമയെ കുറിച്ച് ഡിസ്കസ് ചെയ്യണം എന്ന് പറഞ്ഞിട്ടാണ് പറഞ്ഞത്. അങ്ങനെയാണ് മാർക്കോന്റെ കഥ പറയുന്നത്. ഒരു ചായയൊക്കെ കുടിച്ച് ഞങ്ങൾ ഇങ്ങനെ മാർക്കോന്റെ കഥ കേട്ടപ്പോ എനിക്ക് തോന്നി നല്ല സ്ഥലം തോന്നി, ഇവിടെ ഇരുന്ന് പറയേണ്ട ഒരു. അപ്പോ മാർക്കോ സംസാരിച്ചു കഴിഞ്ഞപ്പോ നമുക്ക് ഇപ്പൊ നമ്മള് ഈ റിവ്യൂസിലും മൊത്തം നമ്മളുടെ ഓഡിയൻസ് ഒക്കെ പറയുന്നില്ലേ, ഹോളിവുഡ് മൂവീസിന്റെ ചില റെഫറൻസ് അല്ല അതുപോലെ ആയില്ല, അതുപോലെ അതിനേക്കാൾ മുകളിലായി എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. അപ്പൊ നമ്മുടെ നാട്ടിലത്തെ ജോൺ വിക്ക് ആണ് മലയാളത്തിന്റെ ജോൺ വിക്ക്. സത്യം പറഞ്ഞാൽ എനിക്കും മാർക്കോ എന്റെ കഥ കേട്ടപ്പോ ഇത്തരം സിനിമകളൊക്കെ തന്നെയാണ് എൻ്റെ മനസ്സിലും വന്നത്. പിന്നെ അതൊക്കെ നമുക്ക് ആ സമയത്ത് തോന്നിയാലും ഇതൊരു പ്രാക്ടിക്കലിലേക്ക് നമ്മൾ വന്നല്ലോ, പ്രാക്ടിക്കൽ ചെയ്യുന്ന ഒരു അവസ്ഥ, അതിന്റെ ബഡ്ജറ്റ്. മലയാളത്തിൽ നമ്മൾ ഒരു സിനിമ ചെയ്യുമ്പോൾ ആർട്ട് എന്നല്ല, മൊത്തം ബഡ്ജറ്റ് തന്നെ നമുക്കൊരിക്കലും ഒരു ഹോളിവുഡ് എന്നായിട്ടൊന്നും നമുക്ക് ഒന്നും ചിന്തിക്കാൻ പോലും പറ്റില്ല. പക്ഷെ നമ്മുടെ ഉള്ളിലുള്ള ആഗ്രഹങ്ങളൊക്കെ എങ്ങനെയാ, പ്രത്യേകിച്ച് ഞാൻ ആദ്യമായിട്ട് ചെയ്യാൻ പോകുന്നു, അതിന്റെ ഒരു ഇത് അപ്പൊ നമുക്ക് എല്ലാവർക്കും ഉണ്ടാവുമായിരിക്കുമല്ലോ സ്വാഭാവികമായിട്ട്. അത് മാത്രമല്ല ഡയറക്ടറായിട്ട് സംസാരിക്കുമ്പോൾ ഡയറക്ടറുടെ മനസ്സിലും ഇത് തന്നെ. ഉണ്ണി മുകുന്ദനും നമ്മളുടെ പ്രൊഡ്യൂസർ ഷെരീഫും കൂടിയിട്ട് ഞങ്ങളൊരു ഫസ്റ്റ് മീറ്റിംഗ് കണ്ടു. അപ്പൊ അവരുടെ മനസ്സിലും ഇതൊക്കെ തന്നെയാണ്. അപ്പൊ അതിൽ നിന്ന് മനസ്സിലായി. പിന്നെ ആർട്ടിനെ മീൻസ് നമ്മളുടെ ഹനീഫിന്റെ എഡീസ് അവരും ഒക്കെ എടുക്കുന്ന റെഫറൻസ് ഒക്കെ പക്ക ഇത് മാത്രമേ ഉള്ളൂ. നമ്മുടെ ഈ പർട്ടിക്കുലർ ഇങ്ങനത്തെ ഒരു ബഡ്ജറ്റിൽ എങ്ങനെ നമുക്ക് എങ്ങനെ കാണിക്കാൻ പറ്റും എന്നുള്ളതാണ്, എങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റും. എന്താണെങ്കിൽ അതിൽ കോംപ്രമൈസ് ചെയ്യാൻ നമുക്ക് കൂടുതൽ പറ്റുന്നില്ല, മനസ്സുകൊണ്ട് പറ്റില്ല, നമുക്ക് അങ്ങനെ ഇല്ല. അതായിരുന്നു എൻ്റെ ചലഞ്ച്. അതിന്റെ റിസൾട്ടാണ് സത്യം പറഞ്ഞ മാർക്കോ. ഞാൻ എന്റെ ബഡ്ജറ്റ് ഈ ബഡ്ജറ്റ് നമ്മൾ എങ്ങനെ ചെയ്യും എന്നുള്ളൊരു, ഈ ബഡ്ജറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ആവശ്യമുള്ള ഒരു ബഡ്ജറ്റ് ഞാൻ പറഞ്ഞു. അത് കൃത്യമായിട്ട് പ്രൊഡ്യൂസറെ ടീമിനെ നമ്മൾ കൺവിൻസ് ചെയ്യിച്ചു. ആദ്യം ഹനീഫിനോട് പറഞ്ഞു, ഹനീഫിന്റെ ഭാഗത്തു നിന്നൊരു സപ്പോർട്ട് ഉണ്ടായി. പിന്നെ പ്രൊഡ്യൂസറായിട്ട് സംസാരിച്ചു. ഉണ്ണിയും ഷെറീഫും ആളും ഒക്കെ പറഞ്ഞു. പിന്നെ ഈസി ആയിരുന്നു. അവർ എഗ്രി ചെയ്തതിനു ശേഷം പിന്നെ നമുക്ക് ഒരു ടെൻഷൻ ഉണ്ടായിട്ടില്ല. പക്ഷെ ഇപ്പൊ ഇങ്ങനത്തെ കൈൻഡ് ഓഫ് സിനിമകൾ വരുമ്പോ ഇപ്പൊ ഞാൻ ചെറിയ സിനിമകൾ നമ്മൾ സിനിമ ചെയ്ത സമയത്ത് ഒരു വീടിന്റെ അകത്ത് സീനാണെങ്കിൽ അതിൽ ചെറിയ കാര്യങ്ങൾ പോലും നമ്മളിപ്പോ എഡീസ് വന്നിട്ട് കാണിക്കും, ഇത് കണ്ടിന്യൂറ്റി ആണ്, അങ്ങനെയാണ് ഇങ്ങനെ റീടേക്ക് പോകുമ്പോ ചെറുതായിട്ടൊന്ന് മാറിയും തന്നെ ഇത് ഇങ്ങനെയല്ലല്ലോ വരുന്നത്, ഇങ്ങനെ എടുത്ത് വെക്കുമെന്ന് പറയും. പക്ഷെ ഇങ്ങനത്തെ സിനിമകൾ വരുമ്പോ ഈ റീടേക്സ് ഒക്കെ പോകുമ്പോഴേക്കും അത് ചേട്ടനെ ഭയങ്കരമായിട്ട് ടെൻഷൻ ആക്കിയായിരുന്നോ? അല്ലെങ്കിൽ ഓരോ തവണ റീടേക്സ് പോകുന്ന സമയത്ത് എന്തായിരുന്നു ഇനിയിപ്പോ ഇത് തിരിച്ചു കൊണ്ട് ബാക്കിയെല്ലാം സെറ്റ് ചെയ്യണമല്ലോ? ബിക്കോസ് അത്രയും ഇപ്പൊ ക്ലൈമാക്സ് സീനൊക്കെ എടുത്ത് നോക്കിയാലും ഒരുപാട് സീൻസ്, ഫൈറ്റ് സീൻസ് ഒക്കെ എസ്പെഷ്യലി വരുമ്പോ ഈ റീടേക്സ് വരുമ്പോ എങ്ങനെയായിരുന്നു അത് മാനേജ് ചെയ്തത്? അത് മൊത്തം ടീം നമുക്ക് ഈ സിനിമ എന്ന് പറഞ്ഞാൽ അങ്ങനെ ആവണം, ഒരു ഹോളിവുഡ് സ്റ്റൈൽ വേണം, അല്ലെങ്കിൽ മീൻസ് നമുക്കിതൊരു നമ്മളുടെ ഇതിന്റെ ഒരു ഔട്ട് അങ്ങനെ വേണം എന്നുള്ള ഒരു സ്പിരിറ്റിലാണ് നമ്മൾ മൊത്തം എല്ലാവരും ഈ സിനിമേനെ കണ്ടിട്ടുള്ളത്. മാർക്കോനെ ആ ഒരു എന്താ പറയാ, ആ ഒരു എനർജി ഉണ്ടായിരുന്നു ഫുൾ ടൈം ആ സെറ്റില് എല്ലാവർക്കും. അപ്പോൾ അത് കാരണം എനിക്ക് മാർക്കോയില് എനിക്ക് ഇങ്ങനത്തെ കണ്ടിന്യൂറ്റി അത്തരം കാര്യങ്ങളെ കുറിച്ചിട്ട് എനിക്ക് വല്ലാത്ത ഒരു ടെൻഷൻ ഉണ്ടായിട്ടില്ല. പിന്നെ നിങ്ങൾ ചോദിച്ച
വലിയ സീൻസിൽ അത് സ്വാഭാവികമായിട്ടും ഉണ്ട്. അത് ഇതിപ്പോ ഞാൻ പറഞ്ഞുതരാം. ക്ലൈമാക്സ് സീനിൽ എസ്പെഷ്യലി ഒരു വലിയ ഫാക്ടറിയിലൊക്കെ വരുമ്പോ ഓ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവും ഒരുപാട് നമുക്ക് നോക്കാനായിട്ട്. ഫാക്ടറി കൊല്ലത്തുള്ള ഒരു ഫാക്ടറിയാണ്. കുണ്ടറ ഉള്ള ഒരു 20 വർഷമായിട്ട് അടഞ്ഞു കിടക്കുന്ന ഒരു ഫാക്ടറിയാണ് അത്. അപ്പോൾ അവിടെ നമ്മൾ ചെല്ലുമ്പോൾ എന്താണെങ്കിൽ കുറെ മിഷനറിയുടെ ഒരു സ്ക്രാപ്പുകളാണ് അതിനകത്ത് ഉണ്ടായിരുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് ഉണ്ടായിരുന്ന വേറൊരു ആർട്ട് എന്നുള്ള രീതിയിലുള്ള ഒരു വേറൊരു ചലഞ്ചും കൂടി ഞാൻ പറയാം. പ്രീ ക്ലൈമാക്സ് നമ്മൾ സത്യം പറഞ്ഞാൽ ഡയറക്ടർ വിചാരിച്ച മാതിരി ആവണമെന്നല്ല, ഞാൻ വിചാരിച്ചേക്കാളും ഭയങ്കര ഹൈപ്പിൽ കയറിപ്പോയി പ്രീ ക്ലൈമാക്സ്. അപ്പോൾ നമ്മളിങ്ങനെ എല്ലാ ദിവസവും മോണിറ്ററും നമ്മളുടെ ഔട്ടും സ്പോട്ടൊക്കെ ഇങ്ങനെ കാണല്ലേ. ആക്ച്വലി ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നത് അതിനേക്കാളും കുറച്ചും കൂടിയും ചെറിയ ഒരു ഫാക്ടറിയുടെ ഒരു പോർഷൻ ഉണ്ട് അവിടെ. അതായിരുന്നു ക്ലൈമാക്സിന് വേണ്ടിയിട്ട് കണ്ടിട്ട് വെച്ചിട്ടുണ്ടായിരുന്നത്. പ്രീ ക്ലൈമാക്സ് കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് ആലോചിക്കാൻ പോലും പറ്റുന്നില്ല അത്തരം ഒരു സ്പേസിൽ എങ്ങനെ ഇത് ചെയ്യാൻ പറ്റും എന്നുള്ളത്. അപ്പോൾ ഞാൻ DOP ചന്ദ്രുവിനായിട്ട് സംസാരിച്ചു. ഇങ്ങനെ വീണ്ടും ഞങ്ങളൊരു വിസിറ്റ് നടത്തി. അങ്ങനെയാണ് നമ്മൾ വീണ്ടും ഇതിലേക്ക് മാറിയത്. ഇതാണ് നമ്മുടെ ക്ലൈമാക്സിലെ ഫൈറ്റ് ഇവിടെ വെച്ചിട്ടാണ്. വലുതിലേക്ക് പോയിട്ടുള്ളത് ഫാക്ടറി നമ്മൾ ചെല്ലുമ്പോൾ ഇതും ഇതിന്റെ ഒരു പോർഷൻ നമ്മളിപ്പോ നമ്മളുടെ വർക്ക് പ്രോഗ്രസ് ആണ് കാണുന്നത്, മനസ്സിലായോ? അപ്പൊ ഇതും അല്ല, ഇങ്ങനെ വെറുതെ ഒരു കുറെ സ്ക്രാപ്പായിട്ട് കിടക്കുന്ന ഒരു ഏരിയ ആയിരുന്നു ശരിക്കും. പക്ഷെ സിനിമ കണ്ടിട്ട് അത് സെറ്റാണ്, അതാർക്കും മനസ്സിലായില്ല. അത് ഞങ്ങളൊരു 15 ദിവസം കൊണ്ടാണ് ഞങ്ങൾ അതിന്റെ മൊത്തം സെറ്റപ്പ് ചെയ്തത്. വളരെ ഒഴിഞ്ഞെടുക്കുന്ന ഒരു എംപ്റ്റി പ്ലേസ്, അങ്ങനത്തെ ഒരു ഏരിയ ആയിരുന്നു അത്. അതിനെ ഞങ്ങൾ ഇങ്ങനെ മാർക്കോന്റെ ഒരു ഇതിൽ കൊണ്ടുവന്നു. നമ്മൾ ഇതുപോലെ വേറെ ലൊക്കേഷൻസ് ഏതൊക്കെയാ യൂസ് ചെയ്തിട്ടില്ലേ? വേറെ ലൊക്കേഷൻസ് പറയുകയാണെങ്കിൽ മൂന്നാർ ഉണ്ടായിരുന്നു ഒരു ഫ്ലൈറ്റ്, പിന്നെ കൂടുതൽ ഫോർട്ട് കൊച്ചിയിൽ ആസ്പിൻ വാള് സത്യം പറഞ്ഞാൽ ഞാനൊരു ഫിലിം സിറ്റി ആക്കി നമ്മുടെ നാട്ടിലത്തെ. മാർക്കോന്റെ 6 സെറ്റ് 6 7 6 സെറ്റ് കയറിയിട്ടുള്ളത് ആസ്പിൻ വാളിന്റെ അകത്ത്. പല പോർഷൻസ് എടുത്തിട്ട് അതിലിപ്പോ ഞാൻ പറഞ്ഞ ഒരു പോലീസ് സ്റ്റേഷൻ, 2 പോലീസ് സ്റ്റേഷൻ. ഒരു പോലീസ് സ്റ്റേഷനിൽ നമുക്ക് കാണാൻ പറ്റിയിട്ടില്ല, അത് OTT വരുമ്പോൾ നമുക്ക് കാണാം. പിന്നെ ഒരു ഇൻട്രോ ഫൈറ്റ്, പിന്നെ ഒരു കിക്ക് ബോക്സ്, അത് വേറൊരു വീട് ഷൂട്ട് ചെയ്തിട്ടുള്ള എൻ്റെ ഇന്റീരിയർ പോർഷൻസ് ഒക്കെ നമ്മൾ ആസ്പിൻ്റെ അകത്താണ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇതാണ് നമ്മുടെ മാർക്കോ സിനിമയുടെ ആർട്ട് ഡിപ്പാർട്ട്മെന്റിന്റെ വകയുള്ള മൂഡ് ബോർഡ്. അതെ, മാർക്കോന് വേണ്ടിയിട്ട് ഹനീഫിന് ആദ്യം പ്രസന്റ് ചെയ്തിട്ടുള്ള നമ്മളുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള മൂഡ് ബോർഡാണ് ഇത്. ഈ കളർ പാലറ്റ് ചൂസ് ചെയ്യുന്നത് എങ്ങനെയാ ചേട്ടാ ശരിക്കും? കളർ പാലറ്റ് നമുക്കിപ്പോ ഇങ്ങനെ സ്ക്രിപ്റ്റ് വായിച്ച് അല്ലെങ്കിൽ നമുക്ക് അതിനെ ബ്രീഫ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ ഏകദേശം നമ്മളുടെ മനസ്സിൽ വരുന്ന വിഷ്വൽസ് പാലറ്റ് വരും. ഇങ്ങനെയായിരിക്കണം അതിന്റെ ഒരു മൂഡ്. റെഫറൻസുകൾ ഇഷ്ടം പോലെ എടുക്കാറുണ്ട് കേട്ടോ, സ്വാഭാവികമായിട്ട്. ഞാൻ എല്ലാം എന്റെ മനസ്സ് അതൊന്നല്ല, റെഫറൻസ് മസ്റ്റ് ആണ് ശരിക്കും. റെഫറൻസ് എടുത്ത് അതേപോലെ ചെയ്യാനുള്ള ഞാൻ ഉദ്ദേശിച്ചത്. റെഫറൻസ് എടുത്ത് നമ്മൾ ക്രിയേറ്റ് ചെയ്യും, അത് നമുക്ക് അങ്ങനെയാണ് നമ്മൾ ഇതിന്റെ ഒക്കെ ഇതൊക്കെ ഇപ്പോ ഞങ്ങളിപ്പോ ഉള്ള സിനിമകളിൽ ഞാൻ യൂസ് ചെയ്യണത് AI മിഡ് ജേണി വെച്ചിട്ടാണ് ഈ ഇമേജസ് ഒക്കെ ക്രിയേറ്റ് ചെയ്തത്. ഓൾമോസ്റ്റ് സിമിലർ ആണ് നമ്മളുടെ. ഇതാണ് ഞങ്ങൾ ഷൂട്ട് തുടങ്ങുന്നതിലും ഫസ്റ്റ് പ്രസന്റ് ചെയ്തതാണ്. ഏകദേശം ഈ ഒരു സെറ്റപ്പിൽ തന്നെയാണ് നമ്മളുടെ ചർച്ചിന്റെ അകത്ത് നമ്മൾ സീൻസ് വെച്ചിട്ടുള്ളത്. കുറച്ചും കൂടെ യൂസ്ഫുൾ ആയി ഫാസ്റ്റ് ആയി എന്ന് പറഞ്ഞാൽ മറ്റത് ഞാനിപ്പോ ഇരുന്ന് സ്കെച്ച് ചെയ്യണം, അല്ലെങ്കിൽ അത് കളർ ചെയ്യണം, കുറെ സമയം. വളരെ ഇത് അതിന് തന്നെ ഞങ്ങളൊരു പെർഫ്യൂം ഫാക്ടറി അതിനകത്ത് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന്റെ റെഫറൻസ് പക്ഷേ നമ്മളുടെ ഫൈനൽ ഔട്ടൊന്നും നമുക്ക് കുറെ മാറ്റേണ്ടി വന്നിട്ടുണ്ട്. അത് നമ്മളുടെ DOPയുടെ അതും കൂടിയും ആവശ്യമാണ്. അതായത് DOPയുടെ എന്തൊക്കെ ചേഞ്ചസ് ഉണ്ട് അതൊക്കെ നമ്മൾ സ്വീകരിച്ചേ പറ്റുള്ളൂ. അത് വെച്ചിട്ടായിരിക്കും ഫൈനൽ. ക്ലൈമാക്സ് നമ്മൾ ഓൾമോസ്റ്റ് ഒരു 75% ഇങ്ങനെ കൊണ്ടുവരാൻ നമുക്ക് പറ്റിയിട്ടുണ്ട്. ഇങ്ങനെയാണ് നമ്മൾ ആദ്യമായിട്ട് പ്രസന്റ് ചെയ്തത്. ചേട്ടാ, ഇപ്പൊ ജഗദീഷ് ചേട്ടനൊക്കെ ചേട്ടനൊക്കെ
സിനിമയൊക്കെ കണ്ട് പണ്ട് തൊട്ടേ ഇങ്ങനെ കണ്ട് നമ്മളൊക്കെ പിന്നെ ഒരു നമ്മളുടെയൊക്കെ ഒരു ഇപ്പൊ 20s ഒക്കെ ആ ടൈമിലാണ് നമ്മളൊക്കെ ജഗദീഷ് ചേട്ടനെ കണ്ടു തുടങ്ങിയത്. ചേട്ടനൊക്കെ പണ്ടത്തെ സിനിമകൾ തൊട്ടേ കണ്ടുവരുന്നത്. പക്ഷെ ഇപ്പൊ ജഗദീഷ് ചേട്ടൻ്റെ ഒരു ചേഞ്ച് എന്ന് പറയുന്നത് ഭയങ്കര വലിയ ചേഞ്ചാ സിനിമയിൽ. ഇപ്പൊ ജഗദീഷ് ചേട്ടൻ ചെയ്യുന്ന ക്യാരക്ടേഴ്സ് ആയിക്കോട്ടെ, അല്ലെ ഇപ്പൊ മാർക്കോലെ ജഗദീഷ് ചേട്ടൻ്റെ ഒരു ക്യാരക്ടർ സിനിമ ഷൂട്ട് അടക്കുമ്പോഴേ ലൈവായിട്ട് കണ്ട ഒരാളാണ് ചേട്ടൻ. ജഗദീഷ് ചേട്ടൻ്റെ ഒരു ചേഞ്ച് എങ്ങനെ കാണുന്നു? ജഗദീഷ് ചേട്ടനൊക്കെ ഒരു ഗംഭീര ആർട്ടിസ്റ്റാണ്, ശരിക്കും ആക്ടറാണ്, മനസ്സിലായോ? ഇപ്പൊ ഞാൻ അദ്ദേഹം മുമ്പേ തൊട്ട് വില്ലൻ ഇത്തരം വേഷങ്ങൾ ചെയ്യണം എന്നുള്ള ഒന്നല്ല ഞാൻ പറയണേ. മലയാളത്തിൽ മുമ്പ് സംഭവിച്ചുകൊണ്ടിരുന്നിട്ടുള്ള ഒരു ചെറിയ ഒരു പ്രശ്നം എനിക്ക് തോന്നിയിട്ടുള്ളത് ഞാൻ പറയാം. ഞാനൊന്നും അത്ര വളരെ ഇതായിട്ട് പറയാൻ ഉള്ള ആളല്ല, എന്നാലും ടൈപ്പ് ഓഫ് ഒരേ ക്യാരക്ടേഴ്സ് കൊടുത്തുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. ഇപ്പൊ ജഗദീഷ് ചേട്ടൻ ഒരു ടൈപ്പ് ഭയങ്കര എല്ലാവരും ഭയങ്കര ഇഷ്ടപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ജഗദീഷ് ചേട്ടൻ നായകനായിട്ടുള്ള സിനിമകളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. വളരെ നന്നായിട്ട് മലയാളത്തിൽ ഓടിയിട്ടുള്ള സിനിമകളാണ് കേട്ടോ. പക്ഷെ അതൊക്കെ അന്നേ ചിലപ്പോ മുമ്പേ തന്നെ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ വേറെ വേഷങ്ങൾ ജഗദീഷ് ചേട്ടന് കിട്ടിയിരുന്നെങ്കിൽ ആൾ അന്നേ പെർഫോം ചെയ്തേനെ. ഭയങ്കര ഇപ്പൊ എല്ലാവരും ഇപ്പോഴത്തെ ഒരു ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പുതിയ ഡയറക്ടേഴ്സ് യൂത്ത് അതിനെ കുറിച്ച് തന്നെ പറയാം. അവരൊക്കെ ഭയങ്കര ഒരു എക്സ്പെരിമെന്റ് എന്നുള്ള രീതിയിൽ ഈവൻ നമ്മളുടെ മാർക്കൂൽ പോലും ഹനീഫ് അതെ, ഹനീഫ് ഭയങ്കര വലിയൊരു എക്സ്പെരിമെന്റ് ആണ് ഇത് ശരിക്കും. മലയാളത്തിൽ ഇങ്ങനത്തെ ഒരു സിനിമയെ കുറിച്ച് ചിന്തിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഭയങ്കര ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ അത് നല്ല ധൈര്യം വേണം ശരിക്കും. അതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. നല്ല ധൈര്യം വേണം ഇങ്ങനെ ചെയ്യണമെങ്കിൽ. ഇത്ര തന്നെയായിരിക്കും ഇതിന്റെ എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടായിരുന്നെങ്കിൽ അതിന്റെ നെഗറ്റീവ് ഇതിനേക്കാളും 10 ഇരട്ടിയായിരിക്കും, അല്ലെ? എനിക്ക് തോന്നിയിട്ടുണ്ട് മൊത്തം ഹനീഫിന്റെ സിനിമകളിൽ എല്ലാ സിനിമകളിലും അതായത് ഇതിനൊരു വേറൊരു സ്റ്റൈലിഷ് മൂഡുണ്ട് ശരിക്കും പറഞ്ഞു. അത് കളറിനായാലും ഒരു ക്യാരക്ടറിനായാലും ഈവൻ ഒരു ക്യാരക്ടറിന്റെ പേരിനായാൽ പോലും ഒരു വളരെ സംതിങ് വളരെ ഡിഫറെന്റ് ആണ്. ഇപ്പൊ ഈവൻ മാർക്കോലത്തെ തന്നെ കുറെ ക്യാരക്ടേഴ്സിന്റെ പേരുകൾ തന്നെ അങ്ങനെയൊക്കെ ഭയങ്കരമായിട്ട് ഇങ്ങനെ അത് അദ്ദേഹത്തിന് ഉണ്ട് കേട്ടോ. ഫുൾ ടൈം ഭയങ്കര ഇതാണ്. എനിക്ക് തോന്നുന്നു ഇനി ഇറങ്ങാൻ പോണ പെർഫ്യൂമുകളുടെ പോലും പേരറിയാവുന്ന ഒരാളാണ് ഹനീഫ് അദീം. ഇത്രയും അധികം പെർഫ്യൂമുകളുടെ പേരും പെർഫ്യൂമുകളും ഉപയോഗിക്കുന്ന ഒരാളെ ഞാൻ കണ്ടിട്ടില്ല. അതുപോലെ തന്നെയാണ് ഈ സിനിമകളെ കുറിച്ചിട്ടുള്ള റെഫറൻസുകളും അറിവുകളും. പക്ഷേ ഇപ്പൊ ഈ പെർഫ്യൂമിന്റെ കാര്യം പറഞ്ഞുകൊണ്ട് ഞാൻ ചോദിക്കണം, നമ്മളിപ്പോ മാർക്കോയുടെ ആ ഒരു ടൈറ്റിൽ മാർക്കോ എന്നുള്ള ഇപ്പൊ ആ ഒരു പെർഫ്യൂമിൽ നമ്മൾ മാർക്കോ എന്നുള്ളൊരു സാധനം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നല്ലോ, അതിന് കുറച്ച് എഫേർട്ട് ഉണ്ടായിരുന്നു ആ ഒരു സംഭവം ചെയ്തെടുക്കാൻ? ഉണ്ടായിരുന്നു, കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു അത്. അതായത് പ്രത്യേകിച്ച് നമ്മുടെ മാർക്കോന്റെ ഒരു കളർ ഇതില് ബ്ലാക്ക് വേണം, പിന്നെ ലോഗോ, അതൊക്കെ എന്നെ സംബന്ധിച്ച് എനിക്ക് വളരെ ചെറിയ മൈന്യൂട്ടായിട്ടുള്ള ചില കാര്യങ്ങളിൽ നമ്മൾ ഭയങ്കര കൺഫ്യൂഷൻ ഉണ്ടാവും. അതിലത്തെ ഈ മാർക്കോലത്തെ ഒരു സാധനം ആ മാർക്കോ എന്ന് പറഞ്ഞിട്ടുള്ള പെർഫ്യൂം ബോട്ടിലും ബോക്സും ആയിരുന്നു. അതിന്റെ ഇപ്പുറത്ത് ഞങ്ങൾ വലിയ സെറ്റുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. എനിക്ക് അത്ര ടെൻഷൻ തോന്നിയിട്ടില്ല. എനിക്ക് തോന്നുന്നു നമ്മളുടെ ടീം ഒരു 100 സ്ഥലത്തേക്ക് പോയിട്ടുണ്ടെന്ന് തോന്നിട്ട് അങ്ങനത്തെ ഒരു ബോട്ടിൽ നമ്മൾ ഡിസൈൻ ചെയ്ത പോലെയുള്ള ഒരു ബോട്ടിൽ കിട്ടാനും അതും ആ ലോഗോ വന്ന് അതൊക്കെ ചെയ്യാനൊക്കെ അതൊക്കെ പറഞ്ഞ എനിക്ക് ചില കാര്യങ്ങൾ ഇങ്ങനത്തെ അതിൽ പെട്ടതാ. വളരെ നല്ല ക്വസ്റ്റ്യൻ ആയി അത്. എനിക്ക് എന്തുകൊണ്ട് അതുപോലെ തന്നെയാണ് നമ്മുടെ ജഗദീഷ് ചേട്ടന്റെ കയ്യിൽ വരുന്ന ഒരു റിങ്, അത് മറ്റേ സ്മോക്ക്, അത് ശരിക്കും പറഞ്ഞ ആർട്ടിന്റെ വകയല്ല, അത് ഹനീഫ് കൊടുത്തിട്ടുള്ളതാ. ഹനീഫ് ദുബായിൽ നിന്ന് കളക്ട് ചെയ്ത് കൊണ്ടുവന്നിട്ടുള്ള ഒരു റിംഗ് ആണ്. ബിക്കോസ് ആ ഒരു ക്യാരക്ടറിനെ ഭയങ്കരമായിട്ട് ഫോക്കസ് ചെയ്യുന്ന ഒരു സാധനം കൂടെയാണ് സ്മോക്ക് ചെയ്യുമ്പോൾ കൈ ശ്രദ്ധിക്കുന്ന ഒരു റിംഗ് എല്ലാം. തീർച്ചയായിട്ടും ഞാൻ അങ്ങനത്തെ ഒരു സംഭവം സംസാരിച്ചിരുന്നു ഹനീഫിനോട്. നമുക്ക് ഇപ്പൊ ഹനീഫ് എന്നോട് പറഞ്ഞിരുന്നു ഞാൻ എൻ്റെ കയ്യിലൊരു ഇതുണ്ട്, അത് നമുക്ക് കൊടുക്കാം. അത് ഹനീഫിന്റെ മാത്രം ഒരു സംഭവമാണ്. അങ്ങനെ പിന്നെ അതുപോലെ ഇപ്പൊ ഉണ്ണിച്ചേട്ടന്റെ ഒരു എഫേർട്ട്, ഇപ്പൊ ഉണ്ണിച്ചേട്ടന്റെ ഏത് സിനിമകൾ ഇറങ്ങിയാലും ഞാനിപ്പോ ഇന്റർവ്യൂ എടുത്ത സമയം ഉണ്ണിച്ചേട്ടൻ പറഞ്ഞിട്ടുള്ള കാര്യം, ഒരു സിനിമ ഇറങ്ങുമ്പോൾ ഉണ്ണിച്ചേട്ടന്റെ സോഷ്യൽ മീഡിയയിൽ പോകുന്ന അത്രയും പ്രൊമോഷൻസ് വേറെ ഒന്നും വേണ്ട. അത്രയും ആളുടെ സോഷ്യൽ മീഡിയയിൽ തന്നെ ആളുടെ സിനിമകള് ഇപ്പോൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന മാത്രമല്ല അഭിനയിക്കുന്ന സിനിമകളാണെങ്കിലും അത്രയും ഉണ്ണിച്ചേട്ടൻ നന്നായിട്ട് പ്രൊമോട്ട് ചെയ്യുന്ന ഒരാളാണ്. ഉണ്ണിച്ചേട്ടൻ്റെ ഒരു എഫേർട്ട് എങ്ങനെയായിരുന്നു? ഒരുപാട് ഉണ്ടാവും, ഒത്തിരി എഫേർട്ട് ഉണ്ടാവും ഈ ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ട്. പക്ഷെ നേരിട്ട് കണ്ട ഒരാളെന്ന നിലയിൽ എങ്ങനെയായിരുന്നു ഉണ്ണിച്ചേട്ടൻ്റെ ഒരു സൈഡ്? ഉണ്ണി ഈ സിനിമയുടെ പ്രീ പ്രൊഡക്ഷൻ തൊട്ടേ തന്നെ വളരെ
ഇൻവോൾവ് ആയിട്ടുണ്ടായിരുന്നു. വളരെ എക്സൈറ്റഡ് ആയിരുന്നു വളരെ ചേട്ടൻ. എക്സൈറ്റഡ് ആയിരുന്നു. പിന്നെ അത് മാത്രമല്ല വളരെ കൃത്യമായിട്ട് ഇപ്പം അത് അതിനെക്കുറിച്ച് സംസാരിക്കലും എങ്ങനെ നമുക്കത് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ച് എൻ്റെ സൈഡിൽ അത്തരം ഡിസ്കഷൻസ് ഉണ്ടായിരുന്നു. ഓക്കെ. പിന്നെ ഷൂട്ടിൻ്റെ സമയത്ത് കൂടുതൽ നമുക്ക് ആക്ഷൻ ആണ് സംസാരിക്കാനുള്ളത്. ആക്ഷനിൽ ഉണ്ണി ഭയങ്കര ഹാർഡ് വർക്കാണ്. ഹാർഡ് വർക്ക് പറഞ്ഞാൽ നമുക്ക് വളരെ അസാധ്യമായിട്ട് തോന്നും. അസാധ്യം എന്ന് പറഞ്ഞാൽ ഇപ്പം ഞാനൊരു എനിക്ക് ചെയ്യാൻ പറ്റുന്നതല്ല, എന്നാലും കണ്ട് ഇരിക്കുന്ന മൊത്തം ക്രൂ, നമ്മളുടെ മൊത്തം ക്രൂവില് പ്രത്യേകിച്ച് കലൈ മാസ്റ്റർ ഇത്രയും ഡിഫിക്കൽട്ട് ആയിട്ടുള്ള കാര്യങ്ങൾ, എത്രയും ബുദ്ധിമുട്ടുണ്ട് അത്രയും കാര്യങ്ങളാണ് ആള് പറഞ്ഞു കൊടുക്കുക. അത്രയും ആക്ഷൻസ് ആൾക്ക് വേണം. ശരിക്കും നമുക്ക് നമ്മുടെ സിനിമയിലെ ആക്ഷൻ ഇത്രയും നന്നായതിന്റെ കാരണം അതാണ്. അത് എത്ര കോംപ്ലിക്കേറ്റഡ് ആണെങ്കിലും ആളത് ചെയ്യും. അതിന് എത്ര ടേക്ക് വേണമെച്ചാലും പോവാനും ആൾക്ക് പ്രശ്നം. മനസ്സിലായ ഈ ക്ലൈമാക്സിൽ തന്നെ 36 മണിക്കൂർ കണ്ടിന്യൂസ് നിന്നിട്ടാണ് ക്ലൈമാക്സ് ഉണ്ണി ഷൂട്ട് ചെയ്തത്. ക്ലൈമാക്സ് 36 മണിക്കൂർ. അതായത് എനിക്ക് തോന്നുന്നു കബീർ സിംഗിന് പിറ്റേ ദിവസം പെട്ടെന്ന് പോകേണ്ട കാരണം അത് കാരണം 36 മണിക്കൂർ കണ്ടിന്യൂസ് ആയിട്ട് നിന്നിട്ടാണ്. അതിൽ വേറൊരു കാര്യം, ഈ 6 പാക്ക് ഒക്കെ ഉള്ള കാരണം ഭക്ഷണം പോലും കഴിച്ചിട്ടില്ല. എനിക്ക് തോന്നുന്നു വെള്ളം കുടിച്ചിട്ടുണ്ടോ എന്ന് സംശയം. എന്താ വെച്ചാൽ വാട്ടർ കട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഇതിന്റെ ഒരു പരിപാടികളൊക്കെ മനസ്സിലായി. അത് കഴിച്ചു കഴിഞ്ഞാൽ ആ ഒരു ഇതിനെ മാറാൻ സാധ്യതയുണ്ട് എന്നുള്ള രീതിയിൽ. അപ്പോൾ അത്രയും എഫേർട്ട് മാർക്കോന് വേണ്ടി ആൾ എടുത്തിട്ടുണ്ട്. അതായത് ഇത് ഒരു ഫൈറ്റ് അല്ലല്ലോ. പിന്നെ മാത്രമല്ല ആകെ ഈ ക്ലൈമാക്സ് ഫൈറ്റിന് മാത്രമാണ് ഏകദേശം ഒരു 28 ഡേയ്സ് ആൾക്കൊരു ഗ്യാപ്പ് കിട്ടിയിട്ടുള്ളത്. അതിനു മുമ്പൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു ഫൈറ്റ് കഴിഞ്ഞാൽ പിറ്റേ ദിവസം വേറെ ഫൈറ്റ് തുടങ്ങി. അത് കഴിഞ്ഞ് 2 ദിവസം ബ്രേക്ക് കഴിഞ്ഞാൽ പിന്നെ വേറെ ഫൈറ്റ്. അങ്ങനെയാണ് ഷൂട്ട് ചെയ്തിരുന്നത്. അതൊന്നും സ്മോക്ക് ചെയ്യേണ്ടി വന്നു. അതൊരു വലിയ വിഷമായി എനിക്ക് സത്യം പറഞ്ഞ. ഞങ്ങളത് തുടങ്ങിയത് അത്രയൊന്നും വിചാരിച്ചിട്ടല്ല. പക്ഷെ അത് ഭയങ്കര സ്റ്റൈലിലേക്ക് പോയി അത് അല്ലേ ശരിക്കും. പിന്നെ എനിക്കും ഭയങ്കര വിഷമമായി. അതായത് എത്രയെങ്ങാനും വലിക്കുന്ന എത്രയെങ്ങാനും ഒരേ ഷോട്ട് റെഡിയാക്കി ഇതായില്ലെങ്കിലും പിന്നെയും വലിക്കും. അങ്ങനെ അത് ആള് ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. ആള് തന്നെ വലിക്കണം. അതും തീരെ സ്മോക്ക് ചെയ്യാത്ത ആള്. ബാക്കി സ്മോക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് അതും അതല്ല, അതൊന്നും ആർക്കും നോർമൽ സ്മോക്ക് ചെയ്യുന്ന ആൾക്ക് വലിക്കാൻ പറ്റുന്നതല്ല. അത് എനിക്ക് കാണാം. അതൊക്കെ വലിച്ചിട്ട് പ്രതി ഷോർട്ട് കട്ടൊക്കെ പറയുമ്പോൾ ചമച്ച് ആകെ ഇത് ആക്കുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. ആൾക്ക് ഇഷ്ടമില്ല ശരിക്കും. സ്മോക്കിങ് ആൾക്ക് ഇഷ്ടമില്ലാത്തതാണ്. അത് കാരണം ആള് മാർക്കോട് ഇതില് നമുക്ക് സെറ്റിൽ ഉണ്ടാവുന്ന പരിമിതികൾ പലതും. ഇപ്പൊ സമയം, ബഡ്ജറ്റ്, ഇങ്ങനെ ഒത്തിരി കാര്യങ്ങളുണ്ട്. അതൊക്കെ സ്മൂത്ത് ആയിട്ട് തന്നെ മാനേജ് ചെയ്യാനായിട്ട് വരും. കാരണം നമ്മളിപ്പോ സിനിമ ഞാനിപ്പോ 2 സിനിമകൾ ചെയ്ത സമയത്താണെങ്കിൽ പോലും എനിക്ക് ആദ്യം വിളിക്കുന്ന ആർട്ടിനെയാണ്. ആർട്ട് എന്ന് പറഞ്ഞിട്ടാണ് ഫുൾ വിളിച്ചോണ്ടിരിക്കണത്. എന്ത് ചെറിയ കാര്യം വന്നാലും അപ്പൊ ആർട്ടിനെ വിളിച്ചോണ്ടിരിക്കണേ. അപ്പൊ ഈ ഒരു സിനിമയില് ചേട്ടൻ അങ്ങനെ എല്ലാം സ്മൂത്ത് ആയിട്ട് ഹാൻഡിൽ ചെയ്യാനായിട്ട് പറ്റിയോ? പ്രൊഡ്യൂസർ ഒരു നല്ല സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് കുറെ കാര്യങ്ങൾ ഈസിയാണ്. മനസ്സിലായോ? അതിലൊക്കെ ശരിക്കും ഷെരീഫ് മോഹൻ എന്നുള്ള ഒരു പ്രൊഡ്യൂസർ വളരെ ഭയങ്കര പോസിറ്റീവായിട്ടുള്ളൊരു മനുഷ്യനാണ്. അവരുടെ ഭാഗത്തു നിന്നുള്ള സപ്പോർട്ട്, പിന്നെ ഹനീഫ ദൈനിയുടെ സപ്പോർട്ട്. ഹനീഫ ദൈനിക്ക് ഒരു ടെൻഷനും നമുക്ക് കൊടുക്കേണ്ടി വന്നിട്ടില്ല. തിരിച്ച് ഹനീഫ ദൈനി ഞങ്ങൾക്ക് ഒരു ടെൻഷനും ഞങ്ങൾക്കും തന്നിട്ടില്ല. അതൊക്കെയാണ് എനിക്ക് നന്നായിട്ട്. ചോര ഞങ്ങള് സത്യം പറഞ്ഞാൽ ലിറ്റർ കണക്കിന് ഉണ്ടാക്കി. അത്രയധികം ഞങ്ങള് ചോര ഉണ്ടാക്കി. ഞങ്ങളുടെ ഒരുപാട് വലിയ ലിറ്ററിന്റെ അളവൊക്കെ പോയിട്ട് വലിയ ബക്കറ്റ് എന്നുള്ള രീതിയിലേക്ക് ഉണ്ടാക്കേണ്ടി വന്നു. നമ്മുടെ ഒരു ആട്ടിന്റെ 1-2 ആൾക്കാർക്ക് ചോര ഉണ്ടാക്കൽ തന്നെയായിരുന്നു. രാവിലെ വരെ ചോര ഉണ്ടാക്കുക ആവശ്യമായിരുന്നു ശരിക്കും സിനിമയ്ക്ക്. വയലൻസ് ഒക്കെ ശരിക്കും പറഞ്ഞാൽ എല്ലാവരും ആസ്വദിക്കുന്നുണ്ട്. വയലൻസ് ഞാൻ പറഞ്ഞത് ആ സിനിമയായിട്ട് കണ്ടിട്ട് തന്നെയാണ്. നമ്മളിപ്പോൾ മൊത്തം കൊറിയൻ അല്ലെങ്കിൽ ഹോളിവുഡ്, നമ്മളിപ്പോൾ ഈവൻ അടുത്ത് വന്നിട്ടുള്ള ഇതിലൊക്കെ കില്ലൊക്കെ കണ്ടിട്ട് ഞാൻ ആരോ പറയുന്നത് തന്നെ കേട്ടു, കുറച്ചും കൂടി കൂട്ടാമായിരുന്നു എന്നുള്ളത്. അതായത് അങ്ങനെ പറയണ്ടായിരുന്നു. ഇപ്പം ഞാനിപ്പോഴും ചോര കണ്ടാൽ കുറച്ച് പ്രശ്നമുള്ള ആളാണ്. പക്ഷെ സിനിമയിലത്തെ ചോര കണ്ടിട്ട് എനിക്കൊന്നും സംഭവിക്കാറില്ല. മനസ്സിലായോ?
അപ്പോൾ അത് അങ്ങനെ കാണുന്ന ആൾക്കാർ തന്നെയാണ് ഭൂരിഭാഗം. പക്ഷേ അല്ലാതെ ഈ കൈയും കാലൊക്കെയോ ചേട്ടാ, കൈയും കാലും ആവശ്യമില്ലേ ശരിക്ക്? കൈ വെട്ടുമ്പോ കൈ അത് ഒരു അതെങ്ങനെ ഒരു കൈയൊക്കെയാണ് ഇത്, എത്ര കൈയും കാലൊക്കെയാ? അതെ, അത് നമ്മളുടെ സിനിമയിൽ തന്നെ ഒരു പ്രോസ്തറ്റിക്സ് ചെയ്യുന്ന ഒരു വേറൊരു വിഭാഗമുണ്ട്. അവരാണ് കൈ, കാല്, തല അങ്ങനത്തെ ഇത് അതിൽ കുറെ പെർഫെക്റ്റ് ആവാൻ വേണ്ടിയിട്ടുള്ള സപ്പോർട്ടുകൾ നമ്മുടെ ഭാഗത്തുനിന്നും, പിന്നെ മേക്കപ്പ് അവരുടെ സുധിയുടെ ഭാഗത്തുനിന്നും ഒക്കെ ഉണ്ടായതോട് കൂടിയിട്ടാണ് മാർക്കോ ഇങ്ങനെ മൊത്തം. പിന്നെ ഞാൻ പറയുന്നു, ഇപ്പൊ നമ്മുടെ മൊത്തം എല്ലാ ടീമും എല്ലാ ടീമും ഇപ്പൊ പ്രത്യേകിച്ച് എനിക്ക് ഈ ഹനീഫിന്റെ AD ടീമുകളുണ്ട്, അസോസിയേറ്റ് ആൻഡ് അസിസ്റ്റന്റ്, എല്ലാവരും ഭയങ്കര കട്ടയ്ക്ക് സപ്പോർട്ടായിരുന്നു. ഇപ്പൊ ഈ ആർട്ട് ബേസ് ചെയ്തിട്ട് ചേട്ടനെ ഇൻസ്പയർ ചെയ്തിട്ടുള്ള ഒരു സിനിമ പറയാമോ? ഒരുപാട് സിനിമകൾ കണ്ടിട്ടുണ്ടാവുമല്ലോ, അപ്പോൾ ആസ് എൻ ആർട്ട് ഡയറക്ടർ ആർട്ടിന് ഇമ്പോർട്ടൻസ് കൊടുത്ത് ചേട്ടനെ അത്രയും ഇൻസ്പയർ ചെയ്തിട്ടുള്ള ഒരു സിനിമ ഇപ്പൊ വന്നിട്ടുള്ള മഞ്ഞുമൽ ബോയ്സ്, ഞാൻ വളരെ പ്രസന്റ് ആയിട്ടുള്ള അതാ പറയുന്നത്. പിന്നെ ഗോകുൽദാസ്, പിന്നെ മഞ്ഞുമൽ ബോയ്സിന്റെ അജയൻ ചാലിശ്ശേരി, ഞങ്ങളെല്ലാവരും തൃശ്ശൂർ ഫൈനാൻസിന്റെ ആൾക്കാരാണ്. പിന്നെ അത് കാരണം തൃശ്ശൂർ ഫൈനാൻസിന്റെ ആൾക്കാരെ കുറിച്ച് മാത്രം പറയുന്നതെന്ന് വിചാരിക്കരുത്. തൃശ്ശൂർ ഗഡീസാണ്. അതുപോലെ ഒരുപാട് സിനിമകൾ, മറ്റുള്ള സിനിമകളിലൊക്കെ ആർട്ട് ഉണ്ടെങ്കിൽ പോലും മഞ്ഞുമൽ ബോയ്സ് എന്നുള്ള ഒരു സിനിമയിൽ അതിന്റെ ഒരു മെയിൻ ഫോക്കസ് തന്നെ ആർട്ടിന്റെ ഒരു ഇതായിരുന്നു, മനസ്സിലായോ? അപ്പൊ അത് കാരണം അതൊക്കെ എന്നെ സംബന്ധിച്ച് എനിക്ക് ഭയങ്കര പഴയ സിനിമകൾ നോക്കുകയാണെങ്കിലോ, പഴയ സിനിമകൾ എന്നൊക്കെ പറഞ്ഞ വൈശാലി, പിന്നെ അങ്ങനെ പെട്ടെന്ന് എനിക്ക് ഇങ്ങനെ ഒരുപാട് സിനിമകൾ ഉണ്ട്, എന്നാലും വൈശാലിയൊക്കെ എനിക്ക് പെട്ടെന്ന് ഇങ്ങനെ അതിന്റെ കളർ, ആർട്ട് ഡ്രോയിങ്സ്, അതൊക്കെ എനിക്ക് വളരെ നമുക്ക് ഇൻസ്പയർ ചെയ്തിട്ടുള്ളതാണ്. അത് ഭരതൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഡയറക്ടറിന്റെ അത്ര തന്നെ വലിയൊരു ആർട്ടിസ്റ്റാണ്, ഫ്രം തൃശ്ശൂർ ഫൈനാൻസ്. അതെടുത്ത് പറയണം. അല്ല, അതിപ്പോ യാദൃശ്യമായി പറഞ്ഞപ്പോ വന്നതാണ് കേട്ടോ, അല്ലാതെ അങ്ങനെയല്ല. ചേട്ടാ, ഇപ്പൊ എനിക്കൊരു കൗതുകം, എന്താണ് ചേട്ടൻ പഠിച്ചത്, അല്ലെങ്കിൽ ആർട്ട് ഡയറക്ഷൻ ഫീൽഡിലേക്ക് വരാനുള്ളൊരു റീസൺ എന്താണെന്നുള്ളത്? ഞാൻ ആർട്ട് തന്നെയാണ് പഠിച്ചത്. തൃശ്ശൂർ കേരള കോളേജ് കഴിഞ്ഞിട്ട് പിന്നെ നേരെ തൃശ്ശൂർ ഫൈനാൻസ് കോളേജിലാണ് പഠിച്ചിരുന്നത്. അഡ്വർടൈസിംഗ് ആയിരുന്നു ഞാൻ പഠിച്ചിരുന്നത്. അത് ഞങ്ങൾക്കൊരു 2 ഇയർ നമുക്ക് കോമൺ ആണ്, മീൻസ് പെയിന്റിങ്, സ്കൾപ്ചർ, അഡ്വർടൈസിങ്. പിന്നെ അത് കഴിഞ്ഞിട്ട് സ്പെഷ്യലൈസ് ചെയ്ത് ഞാൻ അഡ്വർടൈസിംഗ് ആയിരുന്നു. ഞാൻ പിന്നെ കുറച്ചു കാലം മിഡിൽ ഈസ്റ്റിൽ അഡ്വർടൈസിംഗ് ആയിട്ട് നിന്നു, കുറച്ച് കൂടുതൽ സമയം. അപ്പോഴും ആർട്ട് തന്നെ, അഡ്വർടൈസിംഗ്. അവിടെ ചെന്നിട്ട് ആർട്ട് വിട്ടിട്ട് ആർട്ട് വേറെ ഒന്നും അറിയില്ല, അതാണ്. അതായത് ഈവൻ പോർട്രേറ്റ് പെയിന്റിങ്, അഡ്വർടൈസിങ്, പ്രൊഡക്ഷൻ ഡിസൈനിങ്, പാർട്ട് ഓഫ് അങ്ങനെ അതായിരുന്നു. പിന്നെ ആഡ് ഫിലിംസിന്റെ ഭാഗമാവുക, അങ്ങനെയാണ്. അപ്പൊ അത് കാരണം എന്താണെങ്കിൽ ഇപ്പൊ പിന്നെ ഏജൻസിയിൽ കടന്ന ആഡ്സും ഇതായപ്പോ സിനിമ ടു ക്ലോസ് ടു സിനിമ തന്നെയാണ് ആഡും. വളരെ വലിയ വ്യത്യാസമൊന്നും നമുക്ക് പറയാനില്ല. പിന്നെ സിനിമയിൽ വന്നപ്പോ അത് കാരണം അത്ര ഒരു ടെൻഷൻ ഉണ്ടായിരുന്നില്ല. വേറൊരു മീഡിയ ഒക്കെ സെയിം അല്ലായിരുന്നു. അതാണ് പിന്നെ വിദ്യാഭ്യാസം തൊട്ടുള്ള ഒരു ഇതുവരെയുള്ള കാര്യങ്ങൾ അതാണ്. ഇപ്പോൾ പണ്ടത്തെ സിനിമയേക്കാൾ കൂടുതൽ ഇപ്പോൾ നമുക്ക് ആർട്ട് ഡയറക്ടേഴ്സിന് കിട്ടുന്ന ഒരു ഇമ്പോർട്ടൻസ് സിനിമ ഇൻഡസ്ട്രിയിൽ, അതെങ്ങനെയാണ് ചേട്ടന് തോന്നുന്നത്? തീർച്ചയായിട്ടും ബിക്കോസ് ഇപ്പോൾ സിനിമയിൽ മാത്രമല്ല, കാണുന്ന ഓഡിയൻസിലും ആർട്ടിന് ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ട്. അതുവരെയും കണ്ടുപിടിച്ച് ഈ സീനിൽ ഇതില്ല എന്ന് പറഞ്ഞ് കണ്ടുപിടിച്ച് വരുന്ന ആളുകൾ വരെ ഉണ്ട്. അപ്പോൾ ഇപ്പൊ ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാലഘട്ടത്തിലാണ് ചേട്ടൻ ആർട്ട് ഡയറക്ഷൻ ഫീൽഡിലേക്ക് വന്നിട്ടുള്ളത്. അതായത് അതിന്റെ ഒരു നമുക്ക് പറയാം, ഇപ്പോ ഒരു കണ്ടിന്യൂറ്റി. സപ്പോസ് നമ്മളിപ്പോ ഈ ഫ്ലവറോയ്സ് ഇതിന്റെ ഒരു നെക്സ്റ്റ് ഷോട്ടിൽ ഇതിന്റെ ഒരു കണ്ടിന്യൂറ്റി മാറിപ്പോയി എന്ന് വിചാരിക്കും. നമുക്ക് ചിലപ്പോൾ നാളെ കാണാൻ പറ്റും അവിടെ ഒരു റൗണ്ട് ഇട്ടിട്ട് ആൾക്കാർ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരിക്കും, മനസ്സിലായ അത്രയധികം ശ്രദ്ധിക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു സിനിമ ഇപ്പൊ എന്തെങ്കിലും രീതിയിൽ മോശമായാൽ പോലും അതിന്റെ ആർട്ട് നന്നായിരുന്നു, അല്ലെങ്കിൽ പർട്ടിക്കുലർ മേക്കപ്പ് നന്നായിരുന്നു, അല്ലെങ്കിൽ അങ്ങനെ വളരെ അധികം ശ്രദ്ധിക്കുന്ന ഒരു സമയമാണ്. സെപ്പറേറ്റ് ചെയ്ത് പോലും സംസാരിക്കുന്നുണ്ട്. അതൊരു നല്ല കാര്യമാണ് ശരിക്കും. അത്ര ഇമ്പോർട്ടൻസ് ആർട്ടിനുണ്ട്. ആർട്ടില്ലാതെ സിനിമയില്ല കേട്ടോ, അത് ഉറപ്പാണ്. ആർട്ടില്ലാതെ സിനിമയില്ല, അത് വളരെ ആവശ്യം. ആർട്ടില്ലാതെ മാത്രമല്ല, എല്ലാ ഡിപ്പാർട്ട്മെന്റും വേണം, പക്ഷെ ആർട്ടില്ലാതെ സിനിമ ആലോചിക്കാൻ പോലും പറ്റില്ല എന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ അതുപോലെ സുനിച്ചേട്ടനും ഇനി ഒരുപാട് സിനിമകൾ ലൈഫിൽ വരട്ടെ, കുറേ നല്ല വലിയ സിനിമകളുടെ ഭാഗമാവാൻ പറ്റട്ടെ, ചേട്ടൻ്റെ കഴിവുകൾ തെളിയിക്കാൻ പറ്റുന്ന സിനിമകൾ ഒത്തിരി വരട്ടെ എന്ന് ഞാൻ ഭയങ്കരമായിട്ട് ആശംസിക്കുകയാണ്. ഓൾ ദ വെരി ബെസ്റ്റ് ആയിട്ട്. താങ്ക് യു. എന്തായാലും ഫസ്റ്റ് ഇൻഡിപെൻഡന്റ് മൂവി തന്നെ ഇപ്പോൾ 50 crore
കടന്നിരിക്കുകയാണ്. അപ്പൊ അതിന്റെ ഭയങ്കര വലിയൊരു സക്സസ് ആണ്. ഉറപ്പായിട്ടും ഉറപ്പായിട്ടും ഇനിയും ചെയ്യാൻ പോകുന്ന സിനിമകളെല്ലാം എല്ലാ ഹിറ്റ് ആവട്ടെ സിനിമകളും അതുപോലെ ഹിറ്റാവട്ടെ, സംസാരിക്കട്ടെ സിനിമകളെ കുറിച്ച്. വളരെ ഞാൻ താങ്ക് യു സോ മച്ച്. ഞാൻ വിളിച്ചപ്പോ തന്നെ ഓടി വന്ന് ഇന്റർവ്യൂ തരാന്ന് പറഞ്ഞതിലും താങ്ക് യു സോ മച്ച്. താങ്ക് യു വെരി മച്ച്. താങ്ക് യു ചേട്ടാ.